the street. If you're brand new Buick Skylarks and work of art and it's not sitting in the last place you park, good cop. Run the place, I'ma see the little thief right after the court date. Look, a lot of us see police as fools. I ain't trying to knock your hustle, Duke, to each his own. But when you get violated and the beef is on, and you living with your mom, then your seat ain't grown, you gon' see my song and read my poem and know the top dollar, the scholar cannot be that wrong. Still your man, hood top, it's hard. ഫ്രണ്ട്സ് സ്റ്റോറിനകത്ത് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? നമുക്ക് സ്റ്റോറിനകത്തൊക്കെ പോവാം. ആ പ്രിയ എന്താ അമ്മ? ഓഫീസൊക്കെ പോകണ്ടേ? അയ്യോ അമ്മ ഓഫീസൊക്കെ പോകണമ്മ. ശരി പ്രിയ, ശരി അമ്മ, ഞാൻ ബായ്, ഓഫീസ് പോവാം. ഓ എന്നൊരു ബോസ് ടെൻഷൻ ചെയ്യാൻ. ഈ ബോസ് പറഞ്ഞിട്ടൊരു കാര്യമില്ല, കിളിക്കാ ഈ ബോസ്. ഞാൻ ഓഫീസിക്ക് പ്രിയ വന്നു. സർ മേ കമിൻ സർ? കമിൻ പ്രിയ. എന്താ ലേറ്റായ സാർ? വീട്ടിൽ വരുമ്പോൾ ട്രാഫിക്കായി സാർ. സർ പ്രിയ, എനിക്കൊരു ജോബ് ഞാൻ തരാൻ പോവാ. എൻ്റെ ബോസ് ജോബ് അറിയില്ലേ? കേപ്പപ്പ് ഐഡൽ അറിയില്ലേ? ബോസ് കേപ്പപ്പ് ഐഡൽ എനിക്കറിയാം ബോസ്. PTS മെമ്പർ PTS അറിയും. പിന്നെ ഏത് കേപ്പപ്പാ? എനിക്ക് PTS അറിയൂ, പിന്നെ എഡ്സോ അറിയൂ. ശരി ഓക്കെ, എഡ്സോ വേറെ അറിയില്ല സർ. ശരി ഓക്കെ, PTS മെമ്പർ 47 ഇവിടേക്ക് ഇന്ത്യയൊക്കെ അവർ വരാൻ പോവാ സാർ. നമ്മളെ കമ്പനി മ്യൂസിക് കമ്പനിയാണ്. അത് മാത്രമല്ല നമ്മൾ ഇവിടുന്ന് ബിസിനസ് നല്ല ലെവലുമായി പോകണം. എന്നിട്ട് നമ്മളെ കമ്പനി ഫേമസ് ആകുമ്പോൾ നിറയെ ഗേൾസെല്ലാം, ആർമി ഗേൾസെല്ലാം ഇങ്ങോട്ട് വരാൻ പോവാ. അതിപ്പോൾ നമ്മൾ കൊടുക്കുകയില്ല, അവർ കണ്ടിട്ടേ വരും ടിക്കറ്റ് എടുക്കാൻ. ഓൾറെഡി ഞാൻ കൊടുക്കാൻ പോവാണ് സാർ. നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു തരും. നീ ന്യൂസ് നോക്കില്ലേ സാർ? എപ്പോൾ ന്യൂസ് കൊടുത്ത സാർ? കുറച്ച് നേരം കഴിഞ്ഞ്. സോറി സാർ, ഇന്നലെ കൊടുക്കായിരുന്നു സാർ. ഞാൻ ന്യൂസ് നോക്കിയിട്ടാ സാർ. ശരി ഓക്കെ, അവർ വരാൻ പോവാം. നീ പോയി അവരെ. ഞാൻ പോയിട്ട് എന്താ സാർ ചെയ്യാം? നീ പോയിട്ട് അവരെ എയർപോർട്ടൊക്കെ വരാം സാർ. ഏത് എയർപോർട്ടൊക്കെ? നീ പോയിട്ട് വാ സാർ. ശരി ഓക്കെ സാർ. അങ്ങനെ പറഞ്ഞ പ്ലേസ്ക്ക് പ്രിയ നിൻ്റെ കൂടെ ഒരാളെ എടുത്തുകൊണ്ട് പോയിക്കോ. ശരി സാർ, താങ്ക്സ് സാർ. ശരി അർജുൻ, എന്താടി പറ്റി? സാറ് എൻ്റെ കൂടെ നീ വാ. എന്താ? PTS മെമ്പർ 47 പറ. എന്ത് PTS മെമ്പർ വന്നെ പറ്റിയൊന്ന് പറയണ്ടടി. സാറ് പറഞ്ഞതാ ബോസ്. എന്ത് സത്യമാണോ? അതേടാ. എന്താടാ എന്തടി ഡി വരുന്ന? സോറി മച്ചാ, അതൊന്നുമില്ല ഡി വിളിച്ചു പോയി, സോറി. നീ കുറേ ഡാ എന്ന് വിളിച്ചോണ്ടിരിക്കുക. ഞാൻ വിളിച്ചെന്താടാ? ശരി നമുക്ക് പോവാം പ്ലീസ് ഡാ, ഡ്രൈവിങ് ചെയ്യടാ. അർജുൻ ദാ കാർ കീ. സാർ അർജുൻ ബോസ് അർജുൻ നിന്നെ വിളിക്കുക ബോസ്. ഇപ്പോൾ വരടി. ശരി സാർ, മേ കമ്മിങ്? അർജുൻ നീ പോവാണോ? അതെ സാർ. ശരി ഓക്കെ, കാർ ഡ്രൈവ് നീ ചെയ്തോ. ഈ കാറിൽ പോയിട്ടോ. സാർ ഇത് വലിയ കാർ. അവർ എത്ര പേരുണ്ട്? 7 പേര്. നിങ്ങൾ എത്ര പേര്? ഓ സോറി സാർ. സോറി 9 പേരാ പോകുന്നത്. എന്താ കേട്ടോ? സോറി സാർ. ഈ വാനിൽ അവർ എടുത്തോണ്ട് പോവാ, മനസ്സിലായോ? ഓക്കെ സാർ. ശരി അർജുൻ, കണ്ടിട്ട് വേഗം പോയിട്ട് വിളിച്ചു പോവാ. ശരി സാർ. എത്ര മണിയാവും? അത് വരെ പറയാൻ പറ്റും. അങ്ങനെ അർജുൻ ഇവിടുന്ന് എയർപോർട്ടിൽ പോയി. നല്ല വണ്ടി നല്ല സൂപ്പറായിട്ടുണ്ട്. ശരി അർജുൻ അങ്ങനെ എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ബോർഡ് വിളിച്ചു. അർജുൻ പറയാം, ഞാൻ ബോർഡ് വിളിക്കാം. അർജുൻ പറയാം, ഇതടി ഇവ വിളിക്കാം, നീ ഇവിടെ സംസാരിക്കുക. റോസ് വിളിക്കാടാ, നീ ഫോണിൽ സംസാരിക്കുക. ഇല്ലടി നീ പോയി സംസാരിക്കുക. ശരി അർജുൻ. ഹലോ പ്രിയ പറഞ്ഞു. ഹലോ റോസ്, എന്തടി കോൾ ചെയ്താ? എന്തടി അർജുന് കോൾ നീ എടുത്താ? ഒന്നുമില്ലടി, അർജുന് കുറച്ച് ജോലിയുണ്ട് പറഞ്ഞ. ശരി എങ്ങനെയുണ്ട് ഡേയ്സ്? അങ്ങനെ PTS മെമ്പർ 47 വന്നു. ഫസ്റ്റ് ജിൻ വന്നു, നെക്സ്റ്റ് ഷുഗ വന്നു, നെക്സ്റ്റ് RM വന്നു, 47 എല്ലാവരും ഓരോന്നാല് പേരെ കണ്ടു. ഇങ്ങനെ കണ്ട് ബോർഡ് വെച്ചു തുടങ്ങി. RM എവിടെ ഉണ്ട്? RM മനസ്സിലായി. ബടാ നമ്മൾ ഇവിടെ പോവാം. അങ്ങനെ പോയി. മെയിൻ കമ്മിങ്സ് സ്കിമി. യെസ് സാർ, ഞങ്ങളാണ്. RM അൻകിൻ അഞ്ജുൻ ലീഡർ. സോ താങ്ക് യു സാർ. കമ്മിങ് സാർ.
അങ്ങനെ എല്ലാവരും കൊണ്ടുപോയി വണ്ടിയിലിരുത്തി സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനെ വണ്ടിയിൽ വെക്കാൻ തുടങ്ങി. ആറാൻ പറഞ്ഞു ഞങ്ങൾ കൂടെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഓരോന്ന് വണ്ടി ഇതാക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നു. എല്ലാവരും ഉണ്ടല്ലേ. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടിയിൽ കയറി. ഡ്രൈവിംഗ് 1 മിനിറ്റ് സാർ. 1 മിനിറ്റ്. എന്നെ കൊണ്ട് അർജുൻ പറഞ്ഞു സാർ നിങ്ങൾ ഇവിടെ ഇരുന്നു സാർ, ഇപ്പോൾ ഒരു കുട്ടി വരാനുള്ളത്. ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തു. ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ സമാധാനം ഒരു ജ്യൂസ് വന്ന് കഴിക്കാമെന്നായിരുന്നു. അർജുൻ കോൾ ചെയ്തു. ഹലോ, എവിടെയാണ് പ്രിയ നീ ഉള്ളത്? ഇല്ലടാ, ഞാൻ ജ്യൂസ് കഴിക്കാൻ വേണ്ട ജ്യൂസ് ദിവ്യേമ്പാ, ഞാനിവിടെ പുറത്തുണ്ട്. സോറിടാ, ഞാൻ വരുന്നുണ്ട്. ഞാൻ അവിടുന്ന് വന്നു. അർജുൻ വന്നു. ഹായ് അർജുൻ, ഹായ്, വാ വണ്ടിയിൽ കയറിക്കോ. അങ്ങനെ എല്ലാവരും ഷുഗ വറുത്തുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുക. ഷുഗ എല്ലാവരും വറുത്ത് നോക്കി. ഓഹോ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് ഷുഗ നോക്കും. ഓക്കെ ഇങ്ങനെ എഴുതുന്നു. അങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്നു. ഡ്രൈവിങ് ചെയ്യുന്ന അടുത്തായിരുന്നു. എല്ലാവരും വണ്ടിയിലായിരുന്നു. എല്ലാം ശ്രദ്ധിച്ചില്ലായിരുന്നു. ആറാം നോക്കി. സ്കൂൾ ആറാം ചോദിച്ചു. സർ ഇസ് മൈ ഫ്രണ്ട്, ഞങ്ങൾ ഓഫീസിൽ ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്നതാണ് സർ. അങ്ങനെ പറഞ്ഞു. ഓക്കെ അങ്ങനെ പറഞ്ഞ് എല്ലാവരും വണ്ടിയിലിരുന്ന് സംസാരിച്ച് പോകാൻ തുടങ്ങി. കുറച്ചാൾ കണ്ടായിരുന്നു, നോക്കിയില്ലായിരുന്നു. ആറാം ഷുഗ മാത്രമാണ് നോക്കിയത്. അങ്ങനെ വണ്ടിയിൽ പോയി ഓഫീസിൽ എല്ലാവരും വണ്ടിയിൽ ഇറങ്ങാൻ തുടങ്ങി. 7 എല്ലാവരും മാസ്ക് ഇട്ടായിരുന്നു. കമ്പനിയിൽ സിയോനെ ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യാം. സോറി സാർ, നിങ്ങൾ സിയോനെ പിന്നെ മീറ്റ് ചെയ്യാം സാർ. നിങ്ങൾ അവർക്ക് വീട് കൊടുത്തായിരുന്നു സാർ. നിങ്ങൾ ഗസ്റ്റ് ഹൗസാണ്, ഇല്ല ഫ്ലാറ്റല്ല സാർ നിങ്ങൾക്ക് തരുന്നത്. ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ ഇവിടെ താമസിക്കുമോ? അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ വീട്ടിൽ അവർ താമസിക്കാതായിരുന്നു. ഓരോ നാളും ഒരു റൂം എടുത്തു. അങ്ങനെ വണ്ടിയിൽ എല്ലാവരും ഇറങ്ങി. അങ്ങനെ വണ്ടി ഇറങ്ങി. അർജുൻ ഇറങ്ങി. എല്ലാവർക്കും വീട് കാട്ടി ഇറക്കി. ആറും ചോദിച്ചു. നിൻ്റെ അടുത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു, എവിടെ? റിയ ആണോ? സിമ്മിന് കേട്ടു. പ്രിയ ആരാ? 1 മിനിറ്റ്, കോൾ വന്നു. ഹലോ പ്രിയ, എവിടെയാണുള്ളത്? ഇല്ലടാ, ഞാൻ ഇപ്പോൾ വരാം. പ്രിയ പറഞ്ഞു ഇപ്പോൾ വരാം. കുറച്ച് ആൾക്കാർ വന്ന് അങ്ങനെ എല്ലാവരും ബാഗ് ഒരു റൂമൊക്കെ കാട്ടി എടുത്തു. അങ്ങനെ എല്ലാവരും റൂമിൽ പോയി വരുന്നു. സാർ ഞങ്ങൾ പോയിട്ട് വരാം. ആരും ചോദിച്ചു. ആ കുട്ടി ഇല്ല സാർ, അവൾ വണ്ടിയിലാണ് ഉള്ളത്, ഇപ്പോൾ വരൂ സാർ. അങ്ങനെ പ്രിയ വന്നു. അർജുൻ എന്നെ വാക്കുണ്ടാക്കി വന്നു. എന്ത് പറ്റി പ്രിയ? കോള് വന്നു, റോസിൻ്റെ കോളാണ്.